അല്ലെങ്കിൽ ഇതുപോലുള്ള സായിയെ പോലുള്ള വ്യാസനയെ പോലുള്ള വൃത്തികെട്ട ജന്മങ്ങളെടുത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് എന്നെ എന്റെ മകനെയും കൊല്ലാനുള്ള ഏർപ്പാടാക്കും എന്താ വെച്ചാൽ ചെയ്തു. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നത്, ഞാൻ നിന്നില്ലെങ്കിൽ എനിക്ക് പകരം എന്റെ സ്ഥാനത്ത് മറ്റൊരാളെ നിർത്തിയിട്ട് ഞാൻ ചാവും. ഒലിവിയ ഡിസൈനേഴ്സിന്റെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഷഫീന ബീവി ചെയ്ത വീഡിയോന്റെ ഇടയിൽ പറഞ്ഞൊരു വാക്കാണ്, അതായത് സായി കൃഷ്ണയ്ക്കൊക്കെ കൊട്ടേഷൻ കൊടുത്തിട്ട് എന്നെയും എന്റെ മക്കളെ കണ്ട് കൊന്നോളൂ എന്ന്. ഇതിപ്പോ 2 ദിവസം മുമ്പ് നമ്മളുടെ മറ്റേ ചെങ്ങയുടെ പറയുന്ന എന്തഞ്ചലാണ്, ആ ചെങ്ങായി ഒരു ഡയലോഗ് അടിച്ചിരുന്നല്ലോ, വിജിരാജ് അഞ്ചല്. അയാൾ പറഞ്ഞൊരു ഡയലോഗാണ്, അതായത് ഷഫീന ബീവിയുടെ മകനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സായി സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള സായി കൊടുത്തു എന്ന രീതിയിലുള്ള ഒരു അലിഗേഷൻ പറയുന്നുണ്ട്. അത് അവരുടെ കൂട്ടത്തിൽ ഇടയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയാണ്. അതായത് 2-3 തവണ സായി സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന മനുഷ്യൻ ഷഫീന ബീവി 2 വട്ടം ഇദ്ദേഹത്തിനെതിരെ എന്തൊക്കെയോ ഡയലോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ദേഷ്യം കൊണ്ട് പറഞ്ഞു എന്നുള്ള ഒരു സാധനം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു സമയത്ത് നമ്മുടെ സായിയെ വിളിക്കുന്നതായിട്ടുണ്ട് ഷഫീന ബീവി എന്ന് കേൾക്കാൻ എന്തായാലും. ഞാൻ കട്ട് ചെയ്തോട്ടാ ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അവ എന്തോന്ന് നീ എന്താ കാണിക്കുന്നത്. വളരെ വൈകാരികമായിട്ടുള്ള നിമിഷമാണ്, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒരു ലൈവിനിടയിൽ നമ്മുടെ ഷഫീന ബീവി പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, അതായത് വിവി ഹിയർ അതുപോലെ കുറച്ച് ആളുകൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഷഫീന ബീവിയുടെ യൂട്യൂബ് ചാനൽ ഒരിക്കൽ അടിച്ച് തീർത്തിട്ടുണ്ട്. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ്, നമ്മളെ ബിഗ് ബോസ് താരല്ലേ, എന്താണ് ആ പെണ്ണത്തിന്റെ പേര്, ആ പെണ്ണിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയണത്. അതായത് ആ ചാനല് പൂട്ടിച്ചു. അത് കഴിഞ്ഞ് 2ാമത് തുടങ്ങിയ ചാനലാണ്. അവരോട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ ഒരു പേരിലാണ് ഒരുപക്ഷെ സീക്രട്ട് ഏജന്റ് കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് പണി കൊടുക്കുമെന്ന് പറയുന്നത്. ഇത് ആദ്യം തുറന്നു പറയുന്ന വിജിരാജ് നമ്മുടെ ഒരു ലൈവിനിടയിലാണ്, 2 പേരും ചേർന്നിട്ടുള്ള ലൈവാണ്, ഷഫീന ബീവിയും അതുപോലെ തന്നെ വിജിരാജ് അഞ്ചലും. ആ ഒന്ന് കേൾക്കാം എന്തായാലും. കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ സ്ട്രൈക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലേ? അതെ, അതല്ല, എന്റെ മകനെ തല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അതിന്റെ വാസ്തവം എന്താ അതെനിക്കറിയാം. എന്നോട് ഈ സായി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, സീക്രട്ട് ഏജന്റ് സായി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഈ വർക്കല അടുത്ത് വെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ, ഇപ്പം അകത്ത് കിടക്കുന്ന വിക്കി ടെക് എന്ന് പറയുന്ന അയാളുടെ കൂട്ടുകാരനാണ്. അപ്പൊ അയാളുടെ കൂട്ടുകാരനാണ്. അത് നിങ്ങൾ വർക്കല ഇറങ്ങുവാണെങ്കിൽ നിങ്ങളുടെ മൂത്ത മകനെ ഉപദ്രവിക്കുമെന്നാണ് മനസ്സിലായില്ലേ? അത് ഈ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിച്ചിരുന്നത്. അതായത് എന്റെ വീട്ടില് താത്ത വന്നില്ലേ, ആ ഒരു ഇഷ്യൂ. ഓക്കെ, വിക്കി ടെക് ആരാന്നറിയില്ലേ? MDMA കൈവശം വെച്ച് ആയുധങ്ങൾ കൈവശം വെച്ചതിന് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ആളാണ്. ഇയാളുടെ കൂട്ടുകാരനാണ് സായി കൃഷ്ണ. സായി കൃഷ്ണയ്ക്ക് ഈ ഒരു ഷഫീന ബീവിയുടെ മകനെ കൊട്ടേഷൻ കൊടുത്ത് അടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം, അതായത് ഈ പറയുന്ന വിക്കി ടെകിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു ഗുണ്ട അയാളെ ഏൽപ്പിച്ചിരുന്നു. 70,000 രൂപയുടെ കഥയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു സംഭവം കുറച്ച് മുമ്പായിട്ട് നടന്നത്, അപ്പോൾ നല്ല കുറച്ച് മുമ്പ് നടന്നാണ്. ഷഫീന ബീവിയുടെ യൂട്യൂബ് ചാനൽ സ്ട്രൈക്ക് അടിപ്പിച്ച് വിവിനെ കൊണ്ട് അത് അടിച്ച് പൂട്ടിച്ചു എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒരു സമയത്ത് ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സായി ഒരു ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങളാണ് എന്ന രീതിയിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു പെട്ടെന്നുള്ള വൈകാരിക നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് സീക്രട്ട് ഏജന്റിന് ഷഫീന ബീവിയോട് വിളിച്ച് പറയുന്നുണ്ടോന്ന് കേൾക്കാം. നിങ്ങൾക്ക് എന്നോട് എനിക്ക് നിങ്ങളോട് വിഷയം ഞാൻ എന്തിനും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ദേഷ്യം വരുന്ന സമയത്ത് ഫ്രണ്ട്സ് ആയിട്ട് എന്തെങ്കിലും ആരോട് പറഞ്ഞു കാണുന്നല്ലാതെ എനിക്ക് ഇങ്ങോട്ട് എന്താ നിങ്ങൾ ആ കണ്ണനോട് വിളിച്ചു വെച്ചിട്ട് 2 ദിവസം മുമ്പ് ആ ഒലിവിയെ വിളിച്ചിട്ട് നിങ്ങൾ ഈ അതുവഴി നീ പിന്നെ. ഓക്കെ, പെട്ടെന്നുള്ള ഒരു വൈകാരിക നിമിഷത്തിൽ എന്തോ പറഞ്ഞു എന്നുള്ളത്. ഷഫീന ബീവി അന്ന് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജന്റിനെ ഏതൊരു വിഷയത്തിൽ. അതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് കൂട്ടുകാരോട് വെറുതെ ഒരു തമാശ രീതിയിൽ പറഞ്ഞൊരു കാര്യമാണ് കൊട്ടേഷൻ കൊടുക്കുന്നുള്ളത്. പക്ഷെ അന്ന് കൂടെ ഉണ്ടായിരുന്ന വിജിരാജ് അഞ്ചല് പറയുന്നത് വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു സീക്രട്ട് ഏജന്റ് ഷഫീന ബീവിയുടെ മകനെ കൊല്ലാൻ അല്ലെങ്കിൽ തട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷൻ കൊടുത്തിരുന്നു എന്ന് അത് കഴിഞ്ഞ് ഇന്നലെ വീണ്ടും ഒരു വീഡിയോയിൽ കൃത്യമായി പറയുന്നുണ്ടെന്ന് കേൾക്കാം. അപ്പം ന്യായീകരിക്കുന്നതിന് മുമ്പ് കണ്ണാപ്പി സായി കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞത് അവനെ തള്ളിയതാണോന്ന് എനിക്കറിയില്ല കേട്ടോ, തള്ളിയതാണോന്ന് എനിക്കറിയില്ല. പക്ഷെ അവൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറഞ്ഞത് അപ്പോഴുള്ള ദേഷ്യത്തിലൊന്നുമല്ല. അവൻ 3-4 തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അവിടെ വെച്ച് കാതക്കരിപ്പൊടിയ കല്യാണത്തിന് വെച്ച് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തള്ളയ്ക്ക് മോനി ഞാൻ പണി കൊടുത്തിരിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അതിന് ഒരു വ്യത്യാസമില്ല, അവൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോ ഈ വിജിരാജ് തന്നെ കൃത്യമായിട്ട് ഇതിൽ കാര്യങ്ങൾ പറയുന്നു. ആദ്യം ജിനൂസ് ആണ് ഈ ഒരു സംഭവം പുറത്തു പറയുന്നത്. അതായത് ഷെഫീന ബീവിയുടെ മകനെ തല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തട്ടാൻ വേണ്ടിയിട്ടോ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വിക്കി തഗ് എന്ന് പറയുന്ന മനുഷ്യന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു ഗുണ്ടയെ ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. ഈ സമയത്തെല്ലാം വിജിരാജും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ഖാദർ കരിപ്പൊടി പബ്ലിക് കേരള ചാനലിലെ ഖാദർ കരിപ്പൊടിയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഇവർ ചർച്ച ചെയ്യുന്ന സമയത്തും ഇത് വൃത്തിയിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ സീക്രട്ട് ഏജന്റിനെതിരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു ഈ ഷെഫീന ബീവി എന്നാണ്. പക്ഷെ ഷെഫീന ബീവി വിളിക്കുന്ന സമയത്ത് അതൊരു സൗഹൃദങ്ങളുടെ ഇടയിൽ സംസാരിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് സീക്രട്ട് ഏജന്റ് പറയുന്നത്. ഞാൻ അങ്ങനെ പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന് പറഞ്ഞു, അല്ലാതെ നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് തന്നെ പല വീഡിയോയിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അദ്ദേഹത്തിന്റെ വീഡിയോ വെച്ച് റിയാക്ട് ചെയ്യുന്ന ആളുകളെ ഒന്നും ഞാൻ സ്ട്രൈക്ക് ഒന്നും കൊടുക്കാറില്ല, അങ്ങനെ പണിയൊന്നും ഞാൻ കൊടുക്കാറില്ല. എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സംസാരിച്ച് തീർക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് പറയുന്ന അതേ സീക്രട്ട് ഏജന്റ് തന്നെ വിവി ഹിയറിനെ കൊണ്ട് ഷെഫീന ബീവിയുടെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു നിന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനെ വേറൊരു കാഴ്ചപ്പാടിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിൽ ഇങ്ങനെ ചാനൽ പൂട്ടിക്കാനും മാത്രം ഒരു ഡയലോഗ് അടിക്കും എന്ന് ഉള്ള കാര്യം എനിക്ക് അത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിനി ജെന്യുവൻ ആണോ എന്നറിയില്ല. ഇനി കൃത്യമായിട്ട് സീക്രട്ട് ഏജന്റ് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരും. എന്തായാലും ഒലിവിയ ഡിസൈനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഷെഫീന ബീവി ഈ ഒരു വിഷയത്തിൽ പെൺകുട്ടികളുടെ കൂടെ ഒലിവിയുടെ എതിരായിട്ട് പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത് നിന്നതും അതേപോലെ വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഒരു ഒലിവിയ ഡിസൈൻസിനെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് തലത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ സീക്രട്ട് ഏജന്റ് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ് ഈ ഒരു വിഷയത്തിൽ. അതായത് ഒലിവിയ ഡിസൈൻസ് സീക്രട്ട് ഏജന്റിനെ ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് കോപ്പറേറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് മുട്ടിയപ്പോൾ അതിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ഈ ഒരു അലിഗേഷനെ പെൺകുട്ടിയുടെ കൂടെ തന്നെ നിന്നൊരു മനുഷ്യനാണ് സീക്രട്ട് ഏജന്റ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് വിജിരാജ് ഈ ഒരു കാര്യം എടുത്തിട്ടത് എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഈ ഒരു വിഷയം ഷെഫീന ബീവി പൂർണ്ണമായിട്ടും സീക്രട്ട് ഏജന്റിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോകാൻ വേണ്ടി ചെയ്തതാണെന്ന് അറിയില്ല. കാരണം ഒലിവിയ ഡിസൈനേഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വിജിരാജ് അഞ്ചൽ എന്ന് പറയുന്ന യൂട്യൂബർ നിലകൊള്ളുന്നത്. ഇപ്പൊ ലൈവുകൾ നോക്കിയാലും എല്ലാം നോക്കിയാലും മനസ്സിലാവും. പെൺകുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പൊ സീക്രട്ട് ഏജന്റിൽ നിന്നു ബീവി നിന്നു. അപ്പൊ അവര് തമ്മിലടിപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സമയം അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാകാം. ഇനി എന്തൊക്കെ ആയാലും ഒരാളുടെ യൂട്യൂബ് ചാനൽ അനാവശ്യമായിട്ട് പൂട്ടിക്കണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോന്നും പടുത്തുയർത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. ഷെഫീന ബീവിയൊക്കെ ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ സംസാര രീതിയിൽ ചിലപ്പോൾ പാലക്കാരനാണെങ്കിൽ വലിയ രീതിയിൽ ബഹളം വെച്ച് സംസാരിക്കുന്ന തെറി വിളിക്കുന്ന ആളുകളാണ്. ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഒരിക്കലും അത് മാറ്റാൻ കഴിയില്ല. പക്ഷെ ഒലിവിയ ഡിസൈനുമായി ബന്ധപ്പെട്ട് ഷെഫീന ബീവി അത്ര മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോ ഷെഫീന ബീവിയുടെ മകനെ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്ന കാര്യം ഇപ്പോ സീക്രട്ട് ഏജന്റ് തന്നെ നിരസിക്കുന്നു. അത് തമാശയ്ക്ക് പെട്ടെന്നുള്ള ഒരു വൈകാരിക നിമിഷത്തിൽ പറഞ്ഞു പോയതാണ്, ഞാൻ അങ്ങനെ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ജാസ്മിൻ ജാഫർ ആണ് അന്ന് ഷെഫീനയുടെ ചാനൽ പൂട്ടിക്കണം എന്ന് പറഞ്ഞ് വിവിയെ കാണുന്നതും വിവി ഇടപെട്ടത് പൂട്ടിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അവർ പൂട്ടിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും യൂട്യൂബിന്റെ ഒരു ചാനലിൽ ഇരിക്കുമ്പോൾ പറയുന്നത് വേറെയും പുറത്ത് പ്രവർത്തിക്കുന്നത് വേറെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഉണ്ട്. ഇപ്പൊ ബിഗ് ബോസിൽ പോയി വന്നതിന് ശേഷം ആൾക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് സീക്രട്ട് ഏജന്റിന്. മനഃപൂർവ്വമുള്ള എന്താ പറയുക നെഗറ്റീവ് കമന്റുകൾ നിരന്തരമായി കാണുന്നുണ്ട്. എന്ത് വിഷയം സംസാരിച്ചാലും നെഗറ്റീവ് പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനിടയിൽ ഇപ്പോഴാണ് അദ്ദേഹം ഒന്ന് വീണ്ടും റിക്കവർ ചെയ്ത് വരുന്നതും അയാൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ ന്യൂസ് ചാനലുകളിൽ പോലും വരുന്ന രീതിയിൽ ഇപ്പോ അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഒരു ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ച ഒരു കാര്യം ഉണ്ടല്ലോ, അത് ചാനലുകളെല്ലാം മൂടി വെക്കുമ്പോൾ സീക്രട്ട് ഏജന്റ് അത് കുത്തിപ്പൊക്കി അത് ചർച്ച ചെയ്യണമെന്ന് പറയുമ്പോൾ മുഖ്യധാര ന്യൂസ് ചാനലുകളിലൊക്കെ അദ്ദേഹത്തിനെ കൊണ്ടിരുത്തി അത് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നുണയാണോ സത്യമാണോ എന്ന് അറിയാത്ത ഒരു കാര്യം വിജിരാജ് അഞ്ചൽ ഷെഫീന ബീവിയിൽ ഇട്ട് കൊടുക്കുന്നതും ആ സമയത്ത് ഒരുപാട് ആളുകൾ കൂടെ ഉണ്ടായിരുന്നത് വിജിരാജ് തന്നെ പറയുന്നു. അപ്പൊ വിജിരാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൂടെ നിന്നിട്ടുണ്ടായിരുന്ന സമയത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ പുറത്തേക്ക് പൊന്തിച്ച് വെറുതെ ആവശ്യമില്ലാതെ കണ്ടന്റിന് വേണ്ടി ഇടുന്ന പോലെ, ഇപ്പൊ ജിന്യൂസും കണ്ടന്റിന് വേണ്ടി ഇട്ട പോലെയൊക്കെ തോന്നിയത്. അപ്പൊ എല്ലാവരും ചേർന്നിട്ട് ശരിക്കും പറയണമെങ്കിൽ ഒരു കുത്തക എന്ന രീതിയിൽ ഇവിടുത്തെ യൂട്യൂബേഴ്സ് മാറിയിട്ടുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോ ഈ വിക്കിതകിനെതിരെ ഒന്നും അധികം ആളുകൾ സംസാരിക്കുന്നില്ല. അദ്ദേഹം ഒക്കെ ഈ ഒരു സംഘടനകളുടെ ഭാഗമാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ചേർന്നുകൊണ്ട് പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു എന്ന കാര്യങ്ങൾ ഇപ്പൊ അറിയുമ്പോൾ സത്യം പറയാച്ചെങ്കിൽ നമ്മൾക്ക് പോലും അറിയാത്ത കാര്യങ്ങളാണ്. ശരി, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്
എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ അറിയുന്നത്. എന്തായാലും സീക്രട്ട് ഏജന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് സംസാരിക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം.